നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് ഈ തൃശ്ശൂര് വേണം. അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂര് തരണം. കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ഈ ബിസിനസ് വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിട്ട് തുടങ്ങാമെന്ന് നീ കരുതുകയും വേണ്ട. പിന്നൊക്കെ നിന്റെ ഇഷ്ടം. ഈ തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കുക. എനിക്ക് വേണം ഈ തൃശ്ശൂർ. അതെ, എനിക്ക് തന്നെയാണ് ആഗ്രഹം. ഇങ്ങനെയാണെങ്കിൽ നീ പുറത്തു പോവും ഈ വീട്ടിൽ നിന്ന്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ. ഇനിയിപ്പോ എന്താ വേണ്ടത്? എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന്. അങ്ങനെ സംഭവിക്കും, സംഭവിക്കട്ടെ. കിഴങ്ങുഴികളെ എന്തോ നിനക്കൊക്കെ പ്രാന്താടാ, നിന്നെയൊക്കെ പുഴുങ്ങാടാ. നമ്മൾ ഈ തേക്കിൻകാട് മൈതാനം മുഴുവൻ കവർന്നെടുത്ത് ഒരു നന്ദി പ്രസംഗം നടത്തുമ്പോൾ മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കൊടുങ്കാറ്റായി വരികയാണോ സുരേഷ് ഗോപി? നമുക്ക് സംശയം തോന്നും. എന്തായാലും നെഞ്ചിൽ വിരലമർത്തി സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുക്കുമോ എന്നറിയാൻ ഇനി നമ്മൾ കുറച്ച് മിനിറ്റുകൾ കൂടി കാത്തിരുന്നാൽ 30,000 കടന്നിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ലീഡ്. അതവരാ. അപ്പൊ എന്റെ വീക്ഷണം കൊണ്ടകം തെറ്റിയാ. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. ഒന്ന് മാറിക്കടോ. കരുത്തരായ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് ഈ 30,000-ലധികം ലീഡ് എന്ന് പറയുമ്പോൾ കനത്ത ലീഡ് തന്നെയാണ്. ഇത് മന്ദമാരുതനല്ല ആഷ്മി, കൊടുങ്കാറ്റായി വരികയാണ്. നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകാല. വരൾച്ച, അണക്കെട്ട് ചോർച്ച, പവർക്കെട്ട്, തമിഴ് പുലി, ആകെ കുഴപ്പ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ, നമ്മളെന്താ ഈ മനുഷ്യനെ നേരത്തെ കണ്ടുമുട്ടായിരുന്നത്? എല്ലാ കാര്യത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട് ദാസ. ഈ അവസ്ഥയിൽ എന്നോട് പ്രതികാരം ചെയ്യരുത്. ഇനി നടക്കപ്പോറത് യുദ്ധം. കാലങ്കോഴി കൂവ. അവന്റെ അമ്മയുടെ മ്യൂസിക്. ഹലോ, ഞങ്ങളിവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. ഇങ്ങനെ വിഷമിക്കല്ലേ പാപ്പിച്ചായ? പാപ്പിച്ചായന് സെക്കൻഡ് ഇല്ലേ?